നമസ്കാരം. മലപ്പുറം പാങ്ങ് സ്കൂളിൽ നിന്നും അധ്യാപകർ അവധി ആഘോഷിക്കാൻ വേണ്ടി ഒരു ടെമ്പോ ട്രാവലിൽ യാത്ര ചെയ്യുന്നു. വാൽപ്പാറയിലെ 13-ാം നമ്പർ വളവിൽ നിന്ന് 13 പേർ സഞ്ചരിച്ചിരുന്ന ഈ വാൻ കൊക്കയിലേക്ക് വീഴുന്നത് 299 അടി താഴെയാണ്. താഴേക്ക് വീഴുന്ന വഴി പല പാറകളിൽ ഇടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞാണ് ഏതാണ്ട് 300 അടി താഴെ പോയി ഈ വാൻ നിൽക്കുന്നത്. ആ വാഹനത്തിൽ സഞ്ചരിച്ച 13 പേരിൽ 9 പേരും കൊല്ലപ്പെട്ടു. 4 പേർ രക്ഷപ്പെട്ടു. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇത്രയും വലിയൊരു അപകടത്തിൽപ്പെട്ട 4 പേർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഈ അപകടത്തിലെ ഏറ്റവും അതിശയകരമായ വാർത്ത. ഈ വാർത്ത ഈ നാടിന് എത്ര വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് എന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്കും ഞെട്ടിക്കുന്ന സംഭവമായി മാറി അത്. മരിച്ചുപോയ അധ്യാപകരുടെ ജീവിത പങ്കാളികൾ, അവരുടെ കുട്ടികൾ, അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, ആ നാട്ടുകാർ, അവരിലൊക്കെ കണ്ണുനീരും ബോധക്ഷയവും അലറി വിളിച്ചുള്ള സാഹചര്യവുമൊക്കെ ഏത് മനുഷ്യനെയും കരയിപ്പിക്കും. അത്രയ്ക്കും ഭയാനകവും സങ്കടകരവും നിരാശാജനകവുമായൊരു സംഭവമായിരുന്നത്. ഈ വാൽപ്പാറയിൽ ഈ കഴിഞ്ഞ നാളുകൾക്കിടയിൽ 70 പേരെങ്കിലും ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടെന്ന് അധികാരികൾ പറയുന്നു. വാൽപ്പാറയിലെ കുന്നിറങ്ങുമ്പോൾ വാഹനങ്ങൾ കൊക്കയിലേക്ക് വീഴുന്നത് പുതിയ കാര്യമേ അല്ല. ഇത്തരം ഒരുപാട് അപകടങ്ങൾ കണ്ടു ശീലിച്ച നമ്മൾ വീണ്ടും നിലവിളിക്കുന്നു, പഴി പറയുന്നു, കുറ്റപ്പെടുത്തുന്നു, തിരുത്താൻ ശ്രമിക്കുമെന്ന് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഗൗരവത്തോടുകൂടി നമ്മളെ ബാധിച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കുക. ഈ കൂട്ടമരണം ചോദിച്ചു വാങ്ങിയതാണ് എന്ന് ഖേദപൂർവ്വം പറയട്ടെ. ആ സ്കൂളിലെ ബസ് ഓടിക്കുന്ന കേവലം 22 വയസ്സ് മാത്രം പ്രായമുള്ള ഡ്രൈവറെയാണ് ഈ അധ്യാപകർ ടൂറിന് കൊണ്ടുപോയത്. അവിടെയാണ് ആദ്യത്തെ പാളിച്ച ആരംഭിക്കുന്നത്. സ്കൂൾ കുട്ടികളുമായി സ്കൂളിൻ്റെ പരിസര പ്രദേശത്തുള്ള നിരന്ന റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെയല്ല വാൽപ്പാറ പോലെ ഭൂമിശാസ്ത്രപരമായി എപ്പോഴും അപകടമുള്ള ഒരിടത്ത് വണ്ടി ഓടിക്കുന്നത്. വാൽപ്പാറയുടെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലാണ്, വലിയ മലനിരകൾക്കിടയിലാണ്, പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. മൂന്നാറിൽ നിന്നും കൈയെത്തുന്ന ദൂരത്തേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് കരുതും. അതുപോലെ തന്നെയാണ് ആതിരപ്പള്ളി ഭാഗത്തു നിന്നും വാൽപ്പാറയിലേക്ക് പോകുന്നത്. പൊള്ളാച്ചിയിൽ നിന്നുള്ള ആ ചുരമാണ്. 44 കിലോമീറ്ററിനിടയിൽ ഏതാണ്ട് 50ഓളം കൊടും വളവുകൾ, ഹെയർപിൻ വളവുകളുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന റോഡാണ് വാൽപ്പാറയിലെ ഈ ചുരം എന്ന് പറയുന്നത്. അതിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മുടെ വയനാട് ചുരം പോലെയോ അല്ലെങ്കിൽ നേര്യമംഗത്തുനിന്ന് മൂന്നാറിലേക്ക് കയറുന്നത് പോലെയൊന്നും അല്ല. അടിമുടി ഹെയർപിൻ വളവുകളാണ്. മാത്രമല്ല വീതി കുറഞ്ഞ റോഡാണ്. ഭയപ്പെടുത്തുന്ന അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിലെ വണ്ടി ഓടിക്കണമെങ്കിൽ പരിചയമുള്ളവർ വേണം. സാധാരണ വാഹനം ഓടിച്ച് പരിചയമുള്ളവർക്ക് പോലും ഈ വാൽപ്പാറ ചുരത്തിലൂടെ കൃത്യമായി വണ്ടി ഓടിക്കാൻ കഴിയില്ല. അത്ര അപകടകരമായ റോഡാണിത്. അവിടെ കൃത്യമായ പരിചയം വേണം. കാരണം ഒരു വളവ് നൂർന്നു കഴിയുമ്പോൾ അടുത്തൊന്ന് വളവുണ്ടാവും. ആ ലെവലിലേക്ക് വളച്ചും തിരിച്ചും ഒടിച്ചും വേണം പോവാൻ. എതിരെ വണ്ടി വരും. എതിരെ വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാനുള്ള ഒരു കരുതലുണ്ടാവണം. ചിലപ്പോൾ ആ വണ്ടി, എതിരെ വരുന്ന വണ്ടിയുടെ ഭാഗമായി വലതുകൂടി കയറി പോകേണ്ടി വരും ഇടതിന് പകരം. പക്ഷെ അതാ എതിരെ വരുന്ന വണ്ടിക്കാരനുമായുള്ള ഒരു ധാരണയുടെ പുറത്താണ് വലതുകൂടി കയറുന്നത്. അയാൾ ഇടതുകൂടി പോവട്ടെ എന്നോർത്ത് ഒരാൾക്കും വലതുകൂടി കയറാൻ പറ്റില്ല. അതൊരു ധാരണ അപ്പോൾ തന്നെ രൂപപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ വളരെയേറെ ജാഗ്രതയോടെ മാത്രം വണ്ടി ഓടിക്കേണ്ടതാണ്. അവിടെയാണ് കേവലം 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ വണ്ടിയുടെ ഡ്രൈവറായി വരുന്നത്. അയാൾ വാൻ ഓടിച്ച് പരിചയമുള്ള ആളല്ല, ബസ് ഓടിച്ച് പരിചയമുള്ള ആളാണ്. ഇവിടെ കോയമ്പത്തൂർ RTO റിപ്പോർട്ട് ചെയ്യുന്നത് വലതുവശത്തു കൂടി പോയി എന്നാണ്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വലിയ വളവ് വരുമ്പോൾ എതിരെ വരുന്ന വാഹനം ഇടതുവശത്തുകൂടി എടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ വലതുവശത്തുകൂടി കയറി പോകുന്ന രീതി മറുഭാഗത്ത് വരുന്നവർക്കുണ്ട്. ഇത് വലിയ വളവിൽ വണ്ടി ഓടിക്കുമ്പോൾ സംഭവിക്കുന്ന ഏത് ചുരത്തിലാണെങ്കിലും സംഭവിക്കാറുണ്ട്. പക്ഷേ എതിരെ വരുന്നവൻ ഇടതുകൂടി പൊയ്ക്കോളുമെന്ന് കരുതി വലതുവശത്തുകൂടി കയറി പോകാൻ പാടില്ല. ഇത് അവിടെ നിർത്തിയിട്ട് പരസ്പരം ഒരു ധാരണയുണ്ടാക്കിയാണ് പോകുന്നത്. നിർത്തുമ്പോൾ അറിയാം അയാൾ ഇടതൊക്കെ എടുക്കുന്നു, അപ്പോൾ ഞാൻ വലതുകൂടെ പോകണം. അല്ലാതെ എതിരെ വരുന്നവൻ ഇടതുവശത്തുകൂടി പോരും, ഞാൻ വലതുവശത്തൂടി പോകാമെന്ന് കരുതി പോയാൽ അപകടം ഉണ്ടാവും. അതിന് പുറകിലും വണ്ടി വരുമെന്ന് ഓർക്കണം. ഈ ഒരു വണ്ടിയുടെ പിന്നാലെ വരുന്ന വണ്ടി മുമ്പിലത്തെ വാഹനം കണ്ടെന്ന് വരില്ല. അപ്പോൾ ഇത്തരം ഒരുപാട് അപകട സാധ്യത ഉണ്ടാകും. ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുമ്പോൾ കൊക്കയാണ്, കൊക്കയിലേക്ക് വീഴും. 22 വയസ്സൊരു നിർണായക വിഷയമാണ്. 18ാമത്തെ വയസ്സിലാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. ഈ 18 മുതൽ ഏതാണ്ട് 23-25 വയസ്സ് വരെ ആവേശത്തിൻ്റെ പ്രായമാണ്. വേഗതയോട് വല്ലാത്ത ഭ്രമമുള്ള പ്രായമാണ്. ഈ സമയത്ത് സാഹസമെടുക്കും. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ 18 മുതൽ 23-24 വരെയുള്ള പ്രായത്തിൽ കുട്ടിയുടെ ഇൻഷുറൻസ് തുക വളരെ കൂടുതലാണ്. ഈ 4-5 വർഷം അപകടമുണ്ടാക്കിയില്ലെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കുറയൂ. ആ പ്രായത്തിൽ 22 വയസ്സുള്ള ആവേശമാറാത്ത പ്രായത്തിൽ ഒരാൾ ഒരു പരിചയമില്ലാത്ത വാൽപ്പാറ ചുരത്തിലൂടെ ഒരു വാൻ ഓടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അപകടം ചോദിച്ചു വാങ്ങിയെന്നാണ് അർത്ഥം.
എന്തിനു വേണ്ടി ഇത് സംഭവിച്ചു? സ്വന്തം ഡ്രൈവറെ കൂട്ടുമ്പോൾ സാമ്പത്തിക ലാഭമുണ്ടാവും. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തെ ഗുരുതരമായ കുഴപ്പം. ഈ കുഴപ്പത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ. ഒരു കാരണവശാലും ജീവിതം നമ്മുടേതാണ് എന്നുള്ള വിചാരമുണ്ടെങ്കിൽ ഇത്തരം അപകടങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങില്ല. ഈ വഴിയെ പോയിട്ടുള്ളവർ ഒരിക്കലും അത്തരം റിസ്ക് എടുക്കില്ല. ഈ പ്രായം കുറഞ്ഞ ഡ്രൈവറെ കൊണ്ട് പോവില്ല, പരിചയമില്ലാത്തവരെ കൊണ്ട് പോവില്ല. പ്രായം കൂടുതലുണ്ടെങ്കിൽ പോലും ആ വഴിയിൽ പരിചയമില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. മാത്രമല്ല, ഡ്രൈവിങ്ങിൽ ചില പ്രിൻസിപ്പിൾസ് വേണം. പലപ്പോഴും നമ്മൾ കയറ്റം കയറുമ്പോൾ നമ്മൾ 2ഉം 3ഉം ഗിയർ ഇട്ട് പോകും. പക്ഷെ ഇറക്കയറുമ്പോൾ നമ്മൾ പലപ്പോഴും ഹൈ ഗിയറിലാണ് വരുന്നത്, ഏറ്റവും ഉയർന്ന ഗിയറിലാണ് വരുന്നത് ഇന്ധനം ലാഭിക്കാൻ. ചിലരൊക്കെ ന്യൂട്രൽ ഇട്ടാണ് വരുന്നത്. അത് വലിയ അപകടം ഉണ്ടാക്കും. ഏത് ഗിയറിലാണോ നമുക്കൊരു മല കയറാൻ പറ്റുന്നത് അതേ ഗിയറിൽ തന്നെ വേണം ഇറങ്ങി വരുമ്പോഴും ഉപയോഗിക്കേണ്ടത്. കാരണം ഉയർന്ന ഗിയറിലാണ് വണ്ടി പോകുന്നതെങ്കിൽ വണ്ടിയുടെ കൺട്രോളിനെ ബാധിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്? പലപ്പോഴും ഇറക്കം വരുമ്പോൾ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ടിരിക്കും. മുഴുവൻ വലിയ ഇറക്കമാണ്. ഈ ഇറക്കവും വളവും ഉണ്ടാവുമ്പോൾ നമ്മുടെ കാലെപ്പോഴും ബ്രേക്കിലുണ്ടാവും. ഈ ബ്രേക്കിൽ കാലില്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണം പോകും. കാരണം ഉയർന്ന ഗിയറിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ബ്രേക്ക് ചൂടാവും, ബ്രേക്കിൻ്റെ കൺട്രോൾ പോകും. ദീർഘദൂരം ബ്രേക്കിൽ കാല് വെച്ച് വരുമ്പോൾ സ്വാഭാവികമായും ബ്രേക്കിന് ചൂട് കൂടും, ബ്രേക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് 2 അല്ലെങ്കിൽ 3 എന്ന ഗിയറിലിട്ട് പോയാൽ അത്രയും സമയം നമുക്ക് കാല് വെക്കേണ്ടി വരില്ല. വളരെ അത്യാവശ്യം കാല് വെക്കേണ്ടി വരൂ. ഈ അടിസ്ഥാന കാര്യമൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. വാസ്തവത്തിൽ ഇറക്കമിറങ്ങുമ്പോൾ ഹൈ റേഞ്ചിൽ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഗിയറാണ്. ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ തിരിച്ചും കറിച്ചും ആവേശം കൊണ്ട് വരുമ്പോൾ സംഭവിക്കുന്നതിന് അപകടം. ഇത്തരത്തിലൊരു ട്രെയിനിങ് നമുക്കില്ല. നോക്കൂ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഡ്രൈവിംഗ് കൾച്ചറുണ്ടോ? ഈ ഡ്രൈവിംഗ് കൾച്ചറില്ലായ്മ തിരിച്ചറിയണമെങ്കിൽ രാവിലെ തിരക്കില്ലാത്ത സമയത്ത് വണ്ടി ഓടിക്കണം. ഒരു 5:30-6:30 സമയത്ത് വണ്ടി ഓടിക്കണം. അതൊരു ഇരട്ടപ്പാത, അങ്ങോട്ടും ഇങ്ങോട്ടും 2 വരികൾ വീതമുള്ള വഴിയിലൂടെ ഓടിക്കണം. ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് പറയുന്നതാണ്. ഒട്ടുമിക്കവരും റൈറ്റ് ലൈനിൽ നിൽക്കും. ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ലെഫ്റ്റ് ലൈനിലൂടെ കയറുന്നത് നിയമവിരുദ്ധമാണ്, അപകട സാധ്യതയുണ്ട്. ലെഫ്റ്റ് ലൈൻ ക്ലിയർ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലൈനിലൂടെ പോകണം. റൈറ്റ് ലൈനിൽ നിന്നാൽ ലെഫ്റ്റ് ലൈനിൽ ഓവർടേക്ക് ചെയ്താൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ 2 ലൈൻ ഉണ്ടെങ്കിൽ ലെഫ്റ്റിലൂടെ പോകണമെന്ന് ആർക്കറിയില്ല. ബൈക്കുകാരും ഓട്ടോക്കാരും ഒക്കെ. ഓട്ടോക്കാരാണ് ഓൺ അടിച്ചാലെങ്കിൽ മാറ്റി കൊടുക്കുന്നത്. ബൈക്കുകാർ ഓൺ അടിച്ചാൽ റൈറ്റിലേക്ക് പരമാവധി ഒതുക്കി തരും. അറിയില്ല ലെഫ്റ്റ് ലൈനിലൂടെയാണ് പോകേണ്ടതെന്ന്. തിരക്ക് കുറഞ്ഞ സമയത്തെ കാര്യം ഞാൻ പറയുന്നത്. ഇത്തരം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. ഞാൻ അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുണ്ട് പലതിലും. ഒരാൾ വന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ്? പലപ്പോഴും ബൈക്കുകാരും കാറുകാരും ഒക്കെ നോക്കുക പോലും ചെയ്യാതെ വന്ന് ഇറങ്ങും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലെഫ്റ്റ് ലൈൻ ഫ്രീ ആണെങ്കിൽ ലെഫ്റ്റിലൂടെ പോകണം. റൈറ്റിലേക്ക് കയറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടണം. ലെഫ്റ്റിൽ വണ്ടി തടസ്സപ്പെട്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടണം, ലെഫ്റ്റിലേക്ക് മാറണം. നമ്മൾ എന്താ കരുതുന്നത്? ഞാൻ പോകുന്ന സ്പീഡ് നല്ലതാണ്, 40 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട ഒരു വണ്ടി, 40 കിലോമീറ്റർ പോകേണ്ട റോഡ്, ഞാനൊരു 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു. 40 പരമാവധി, 30 എന്ന് പറഞ്ഞാൽ മാന്യമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും 30 കിലോമീറ്റർ പോയാൽ മതി എന്നുള്ള വിചാരം, അതാണ് അപകടം ഉണ്ടാക്കുന്നത്. 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്നത് നല്ലതാണ്, ഇടതുവശം വഴി ഒതുങ്ങി പോവുക. ഈ 40 കിലോമീറ്റർ വേഗതയിൽ പോകേണ്ടടുത്ത് ഒരാൾ 50 കിലോമീറ്റർ വേഗതയിൽ പോയെന്ന് വരാം. അയാളെ പോലീസ് പിടിക്കട്ടെ, അയാൾ നടപടി ഉണ്ടാവട്ടെ. പക്ഷെ അയാൾ പോകാൻ തീരുമാനിച്ചാൽ അയാൾ പ്രശ്നമുണ്ടാക്കാതെ ഒതുക്കി കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പണിയല്ല അയാളെ 40 കിലോമീറ്റർ വേഗതയിൽ ഓടിപ്പിക്കുക എന്നത്. തിരക്ക് കുറഞ്ഞ വഴിയായിരിക്കും, ട്രാഫിക് ഇല്ലായിരിക്കും, അയാൾ 50 പോകുന്നു. അത് പോലീസ് പിടിക്കട്ടെ, മറ്റാരെങ്കിലും പിടിക്കും. നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്നത്? നമ്മൾ 30 പോകുന്നുള്ളൂ, 30 തന്നെ പോകണം, ഒതുങ്ങി പോകണം. ഈ ലെഫ്റ്റിലൂടെ ഒതുങ്ങി പോവാതെ റൈറ്റിലൂടെ വഴിമുടക്കി നിൽക്കുന്നതാണ് ഏറ്റവും അധികം അപകടം ഉണ്ടാക്കുന്നത്. വേഗത കൂടി ഓടിക്കുന്നവനല്ല, നേരെ മറിച്ച് വേഗത കുറച്ച് റൈറ്റ് സൈഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തി ഓടിക്കുന്നവനാണ് യഥാർത്ഥത്തിലൂടെ കുറ്റക്കാരൻ. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്കറിയില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഈഗോ, നമ്മളെക്കാൾ വേഗതയിൽ ഒരുത്തിന് ഓവർടേക്ക് ചെയ്താൽ നമ്മളെ തോൽപ്പിച്ചു എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവുക. എന്തിന്? നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഡ്രൈവ് ചെയ്യുക. നമുക്ക് 30 30, 40 40, നമ്മൾ ഒതുങ്ങി പോവുക. ഒരുത്തൻ 60 70 80 പോട്ടെ, നമ്മളെന്തിനാണ് വേവലാതിപ്പെടുന്നത്? അപകടമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈഗോയാണ്. ഒരാളും ഓവർടേക്ക് നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ പതിയെ പോകുന്നു, നമ്മളാണ് ഏറ്റവും നല്ല ഡ്രൈവർ, അതുകൊണ്ട് എല്ലാവരും നമ്മളെപ്പോലെ പോകണമെന്ന് നമ്മൾ കരുതുന്നു. വേണ്ട, ആ ചിന്ത ഒഴിവാക്കുക. നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും. അങ്ങനെ പോയാൽ മതി. വേറൊരാൾ നിയമം ലംഘിച്ചെങ്കിൽ അത് പിടിക്കാൻ പോലീസുണ്ട്. എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ഒരു വാഹനത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ ഓവർടേക്ക് ചെയ്താൽ, നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്താൽ നമുക്കെന്തോ സാരമായ കുഴപ്പമുണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ അപകടമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണം അതാണ്, ഈഗോ. ഒരാൾ ഓവർടേക്ക് ചെയ്താൽ വലിയ കുഴപ്പം. ഒരുത്തിന് ഓവർടേക്ക് ചെയ്യുമ്പം അവന് അരികു കൊടുക്കാതെ വേഗത കൂട്ടി കൊടുക്കും ചിലർ. അവരാണ് അപകടം ഉണ്ടാക്കുന്നത്. ഓവർടേക്ക് ചെയ്യുന്നതിനല്ല, ഓവർടേക്ക് ചെയ്യുന്നതിന് ആത്മവിശ്വാസം കൊണ്ടായിരിക്കും ഓവർടേക്ക് ചെയ്യുന്നത്. നമ്മളത് കണ്ടാൽ നമ്മൾ ഒതുക്കി കൊടുക്കണം, പകരം നമ്മൾ ചവിട്ടി കൊടുക്കും ഇവൻ ഓവർടേക്ക് ചെയ്തിരിക്കാൻ. ഒരാൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു, എതിരെ വണ്ടി വരുന്ന കാണുന്നു,
അപ്പോൾ അയാൾക്ക് ലെഫ്റ്റിലേക്ക് എടുക്കേണ്ടി വരും. ലെഫ്റ്റിലേക്ക് എടുത്താൽ നമ്മളാണ് അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് അവനെ കയറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ വേഗത കൂട്ടിയാൽ നമ്മൾ സ്വയം പണി ചോദിച്ചു വാങ്ങുകയാണ്. ഇത്തരത്തിൽ അടിസ്ഥാനപരമായ ഡ്രൈവിംഗ് പ്രിൻസിപ്പിൾസ്, എത്തിക്സ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ പണി ചോദിച്ചു വാങ്ങുന്നവരാണ്. ദയവായി നമ്മളെ ശരിയാക്കിയെടുത്താൽ, മറ്റുള്ളവരെക്കുറിച്ചുള്ള വേവലാതികൾ ഉപേക്ഷിച്ചാൽ നമുക്ക് മര്യാദയ്ക്ക് അപകടം കുറച്ച് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് വേവലാതിപ്പെടുക, നമ്മളെക്കുറിച്ച് മാത്രം വേവലാതിപ്പെടുക. അവർ എന്തും ചെയ്യട്ടെ, നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക. നമ്മൾ വലതുവശത്ത് കയറ്റി നിർത്തി മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കുന്ന പരിപാടി നിർത്തുക. ഒരുത്തൻ ഓവർടേക്ക് ചെയ്തല്ല, അവൻ ഓവർടേക്ക് ചെയ്യട്ടെ, അവിടെ എനിക്കൊന്നും നഷ്ടപ്പെടില്ല എന്ന് കരുതുക. ഒരു പരിചയമില്ലാത്ത ഒരുത്തനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ചവിട്ടി കൊടുത്ത് അപകടമുണ്ടാക്കും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക. റൈറ്റിലേക്ക് പോകണമെങ്കിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ കയറുക. ചിലരൊക്കെ സ്ഥിരമായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് പോകും. റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ കിടക്കുക, അറിയുന്നില്ല ഇൻഡിക്കേറ്റർ കിടക്കുന്നത്. ചില ഇൻഡിക്കേറ്റർ അത് പെട്ടെന്ന് കയറും. ഇത്തരത്തിൽ അടിസ്ഥാനപരമായി ഡ്രൈവിംഗ് നിയമങ്ങൾ പഠിക്കുകയും ആ നിയമങ്ങൾ പരിശീലിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ പറ്റൂ. പ്രത്യേകിച്ച് വളവുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരിക്കലും നമുക്കും റൈറ്റ് സൈഡിൽ കൂടെ കയറാൻ പാടില്ല. ലെഫ്റ്റ് സൈഡിലൂടെ സാവകാശം പോകണം. വണ്ടി ഓടിച്ചാൽ മാത്രം ഒരു സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നതല്ല. ആ വണ്ടി മര്യാദയ്ക്ക് ഓടിക്കുന്നിടത്താണ് ജീവൻ സംരക്ഷിക്കപ്പെടുന്നത്. ഈ മറ്റുള്ളവൻ്റെ ജീവൻ മാത്രമല്ല, എൻ്റെയും ജീവൻ അപകടത്തിലാണ് എന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ എനിക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. കേവലം ഓവർ സ്പീഡ് അല്ല വിഷയം, നേരെ മറിച്ച് ഡ്രൈവിംഗ് എത്തിക്സും പ്രിൻസിപ്പിൾസുമാണ്. അത് നമ്മൾ എന്ന് പഠിക്കും എന്ന് ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് ഈ അപകടത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്.